Hi friends, നമുക്കിന്നിവിടെ ജെനക്സിസിൻ്റെ എർത്ത് 2022 എന്ന പുതിയ മോഡൽ, ഏറ്റവും പുതിയ മോഡലിൻ്റെ വൈഫൈ പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. മൊബൈലിൽ തന്നെ നോക്കാം, കാരണം കൂടുതൽ ആൾക്കാർക്ക് മൊബൈലായിരിക്കും കംഫർട്ട്. സോ നമുക്ക് മൊബൈലിൽ തന്നെ നോക്കാം. സോ അതിനായി ആദ്യം തന്നെ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തേക്കുന്നത് ചെക്ക് ചെയ്യുക. അത് വൈഫൈ സെറ്റിങ്സിൽ പോവാം. വൈഫൈ സെറ്റിങ്സിൽ പോയിട്ട് നമുക്കിവിടെ കാണാം ജിഎൻഎക്സിൻ്റെ 2.4ഉം 5G രണ്ട് വൈഫൈ ഓൾറെഡി അവിടെ കാണാം. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മളത് വൈഫൈ പാസ്വേഡ് അടിച്ച് കണക്ട് ചെയ്യണം. നമുക്ക് വൈഫൈ പാസ്വേഡ് അടിച്ച് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ, 2.4ലോ 5Gയിലോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്കതിൻ്റെ പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് നമ്മുടെ മോഡത്തിൻ്റെ പുറയിൽ തന്നെ കാണും. അത് തന്നെയാണ് അതിൻ്റെ ഡിഫോൾട്ട് പാസ്വേഡ് വരുന്നത്. അതായത് മോഡം ആദ്യമായിട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പാസ്വേഡ് അതിൻ്റെ പുറയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ആ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ പാസ്വേഡ് കണക്റ്റ് ആവുന്നുണ്ട്. ഒബ്റ്റെയിനിങ് IP അഡ്രസ്സ് കാണിച്ചു, പാസ്വേഡ് കണക്റ്റായി. സോ ഇവിടെ നോ ഇൻ്റർനെറ്റ് കാണിച്ചേക്കുന്ന വേറെ ഒന്നുമല്ല. ഞാനത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അതായത് കാണിച്ചു തരാൻ വേണ്ടി ഒരു മോഡ് എടുത്ത് കുത്തിയിട്ടുള്ളൂ. കണക്ഷൻ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിലാണെങ്കിൽ കണക്ട് എടുത്ത് തന്നെ കണ്ണ് കാണിക്കും, ഇൻ്റർനെറ്റ് കണക്റ്റ് ആയിട്ട് കാണിക്കും. പാസ്വേഡ് ചേഞ്ച് ആയാലും നമ്മുടെ പുതിയ പാസ്വേഡ് വെച്ച് കയറാം, കണക്ഷൻ പോകില്ല. സോ ആദ്യം ഇതുപോലെ വൈഫൈ പാസ്വേഡ് വെച്ചിട്ട് കണക്റ്റ് ചെയ്യുക. കണക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നുണ്ട്. ക്രോം ഓപ്പൺ ചെയ്യാം. ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ് ബാറിൽ ഇതിൻ്റെ IP അടിച്ചു കൊടുക്കുക, അതായത് LAN IP അടിച്ചു കൊടുക്കുക. ഈ ഡുവൽ ബാൻഡിൻ്റെ LAN IP വരുന്നത്, അതായത് എർത്ത് 2022ൻ്റെ ജെൻസിൻ്റെ LAN IP വരുന്നത് 192.168.1.1. ഇതുപോലെ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കുക. നമ്മൾ അടിയിൽ നിന്ന് സെലക്ഷൻ എടുക്കരുത്. ഫുള്ളായിട്ട് 192.168.1.1 എന്ന് ടൈപ്പ് ചെയ്ത് തന്നെ, ഫുൾ ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഗോ കൊടുക്കുക. ഗോ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതായത് ഇത് നമ്മുടെ ജെനക്സിസിൻ്റെ മോഡം പേജിലോട്ട് കയറാനുള്ള ഹോം പേജാണ്. അതായത് ഇവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡും കൊടുത്തതിന് ശേഷം വേണം നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ. യൂസർ നെയിം വരുന്നത് അഡ്മിനാണ്. പാസ്വേഡ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മോഡത്തിൻ്റെ പുറയിലുണ്ടാകും. അത് തന്നെയാണ് അതിൻ്റെ പാസ്വേഡ്. അപ്പോൾ ആ പാസ്വേഡും ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്താണോ നേരത്തെ കണ്ടത് അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്യാപ്ച കാണിച്ചിട്ടുണ്ടാവും. ക്യാപ്ച അടിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് തന്നെ ക്യാപ്ചയും അടിച്ചു കൊടുക്കുക. കുറച്ച് ഡിഫിക്കൽട്ടാണ് അത്, നമുക്ക് അവർ കാണിക്കുന്നത് മനസ്സിലാവും. ഇൻ കേസ് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രാവശ്യം എടുത്ത് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ എടുത്താൽ മതി, വേറെ കാണിക്കും. ലോഗിൻ കൊടുത്തു. അപ്പോൾ അത് കണക്റ്റ് ആയില്ല. എറർ ബാഡ് വെരിഫിക്കേഷൻ കോഡാണ് പറയുന്നത്. അതായത് നമ്മൾ അടിച്ചു കൊടുത്ത എന്തോ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോഡം പേജിലോട്ട് കയറാൻ പറ്റി. നേരത്തെ ആദ്യം അടിച്ചതിൻ്റെ 0 അല്ലായിരുന്നു, ഒരു O ആയിരുന്നു. സോ അങ്ങനെയുള്ള ആ ക്യാപ്ച അടിക്കാൻ നേരത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി അടിക്കുക. അതിനുശേഷം നമ്മൾ ആ മോഡം പേജിലെത്തി. മോഡം പേജിലിവിടെ നമുക്ക് എടുക്കേണ്ടത് ഇവിടെ ഈ WLAN എന്ന് പറഞ്ഞ സെറ്റിങ്സ് കാണാം. ഈ കാണുന്ന WLAN സെറ്റിങ്സാണ് നമുക്ക് വേണ്ടത്. സോ ആ WLAN സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി 5Gയുടെ സെറ്റിങ്സാണ് ആദ്യം വരുന്നത്. 5G അതിൻ്റെ താഴത്ത് തന്നെ നിങ്ങൾക്ക് 2.4 GHz-ൻ്റെ 2Gയുടെയും 2.4 GHz-ൻ്റെയും രണ്ടും കാണാം. അപ്പോൾ ആദ്യം 5Gയുടെ സെറ്റിങ്സാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിത് മൊബൈലിൽ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്കത് ആദ്യം തന്നെ അതിൻ്റെ പേര് ചേഞ്ച് ചെയ്യാം. നമുക്ക് പേരുണ്ട്, പാസ്വേഡും ഉണ്ട്. നമുക്കത് ആദ്യം പേര് ചേഞ്ച് ചെയ്യാം. പേര് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാനായതുകൊണ്ട് ടെസ്റ്റ് എന്ന് പേര് കൊടുക്കുകയാണ്. ടെസ്റ്റ്
നമുക്കത് ആദ്യം 5G അല്ലേ കൊടുക്കണം. അപ്പോൾ ടെസ്റ്റ് 5G എന്ന് കൊടുക്കാം. അതായത് ഒരേ പേര് തന്നെ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത് ടെസ്റ്റ് 5G എന്ന് തന്നെ 2.4ലും ടൈപ്പ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ രണ്ടായിട്ട് തന്നെ കൊടുക്കുന്നത്. അതായത് 5G എന്ന ഒരു പേരും 2.4 എന്ന് വേറൊരു പേരും, രണ്ട് പേര് വൈഫൈയിൽ കാണിക്കുന്ന വിധത്തിലാണ് കൊടുക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റ പേരിൽ കാണിച്ചാൽ മതി. അതായത് 2.4ഉം 5Gയും ഒറ്റ പേരിൽ തന്നെ കാണിച്ചാൽ മതിയെങ്കിൽ നമ്മൾ അടിക്കുന്ന SSID, അതായത് ഈ പേര് രണ്ട് സ്ഥലത്തും ഇപ്പോൾ കൊടുക്കുന്ന 5G സെറ്റിങ്സിലും 2.4ലും രണ്ടിലും ഒരേപോലെ തന്നെ കൊടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ SSID ടെസ്റ്റ് 5G എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്ലൈ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വൈഫൈ കട്ടാവുന്നതാണ്. മുകളിലത് വൈഫൈ കട്ടായി. വൈഫൈ കട്ടായി കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി വൈഫൈ സെറ്റിങ്സിൽ കയറുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം ടെസ്റ്റ് 5G എന്ന് നമ്മൾ ആ പേര് മാറ്റി കൊടുത്ത 5G ഇവിടെ വന്നിട്ടുണ്ട്, ടെസ്റ്റ് 5G എന്നുള്ളത്. അപ്പോൾ നമ്മളത് നേരെ 2.4ൽ തന്നെ വീണ്ടും കണക്ട് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ പാസ്വേഡ് അടിച്ച് കണക്ട് ചെയ്ത 2.4ൽ തന്നെ വീണ്ടും ഒന്നുകൂടി കണക്ട് ചെയ്യുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ആ പഴയ പേജ് എടുക്കുക. നേരത്തുള്ള പേജ് അതേപോലെ തന്നെ എടുക്കുക. അപ്പോൾ അത് പോയിട്ടുണ്ടാവില്ല, അവിടെ ഓൾറെഡി സേവ്ഡായി കിടപ്പുണ്ടാവും. അതായത് അവിടെ കിടപ്പുണ്ടാവും. ഇൻ കേസ് അത് പോയെങ്കിൽ ആദ്യത്തെ പോലെ പാസ്വേഡ് അടിച്ച് ഒന്നുകൂടി നമ്മൾ കയറേണ്ടി വരും. ഇല്ലെങ്കിൽ ഇപ്പോൾ കാണിച്ച പോലെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പേജ് അവിടെ തന്നെ ഉണ്ടാവും. സോ നമ്മൾ ബേസിക് സെറ്റിങ്സിൽ ഞാനത് സെക്യൂരിറ്റി സെറ്റിങ്സാണ്. അതായത് 5G തന്നെ ഇനി സെക്യൂരിറ്റി നമ്മൾ അതിൻ്റെ 5G ടെസ്റ്റ് 5G എന്ന് എഴുതിയോട്ട് പേര് മാത്രമേ മാറ്റിയുള്ളൂ. ഇനി ആ 5Gയുടെ പാസ്വേഡ് കൂടി മാറ്റണം. പാസ്വേഡ് ഇവിടെ ഓൾറെഡി ഡിഫോൾട്ടുള്ള പാസ്വേഡ് കാണിക്കും. അത് മാറ്റി നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു 1 2 3 4 5 6 7 8 ഒരു 8 അക്കമുള്ള പാസ്വേഡ് തന്നെ കൊടുക്കുക. 8 അക്കം അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പാസ്വേഡ് കൊടുക്കുക. അതിൽ കുറഞ്ഞതാണെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. സോ ഇവിടെ പാസ്വേഡ് കൊടുത്തു. അതിവിടെ പ്രീ ഷെയർഡ് കീ, ഈ കാണുന്ന പ്രീ ഷെയർഡ് കീ എന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുത്തേക്കുന്നത് പാസ്വേഡിൻ്റെ സെക്ഷൻ. സോ ഇവിടെ പാസ്വേഡ് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ 5G ആണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. 2.4 മാറ്റിയിട്ടില്ല. രണ്ടും നമുക്ക് പേര് മാറ്റിയിടാം. ഇപ്പോൾ 5Gയുടെ സെറ്റിങ്സിലാണ് നമ്മൾ പേര് മാറ്റുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ടെസ്റ്റ് 5G എന്ന് പേര് കൊടുത്തു. ഇപ്പോൾ 5Gയുടെ പാസ്വേഡ് 1 തുടങ്ങി 8 വരെയും കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. നേരത്തെ കാണിച്ചതുപോലെ തന്നെ നെറ്റ് വീണ്ടും കട്ടാവും. അപ്പോഴും ഈ പേജ് നമ്മൾ ക്ലോസ് ചെയ്യരുത്. നെറ്റ് വീണ്ടും കട്ടാവാനായിട്ട് കാണാം. ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് വീണ്ടും ലോഗിൻ ചെയ്ത് തീർക്കേണ്ടി വരും. സോ നമ്മൾ ഒന്നുകൂടി നമുക്ക് വൈഫൈ സെറ്റിങ്സിൽ പോവാം. വൈഫൈ സെറ്റിങ്സിൽ പോകുമ്പോൾ അവിടെ 2.4 കാണിക്കുന്നുണ്ട്. ടെസ്റ്റ് 5G എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓൾറെഡി ഇപ്പോൾ നമ്മൾ പേര് മാറ്റി. അപ്പോൾ ടെസ്റ്റ് 5Gയുടെ പേര് മാറി, ഓൾറെഡി പാസ്വേഡ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ 2.4ൻ്റെയും പേരും പാസ്വേഡും മാറണം. സോ നമ്മൾ 2.4 തന്നെ വീണ്ടും പ്രാവശ്യം കണക്ട് ചെയ്യുക. വീണ്ടും പ്രാവശ്യം കണക്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ആ നേരത്തെ വിൻഡോയിലോട്ട് പോവുക. ഇവിടെ 5Gയുടെ നമ്മൾ മാറ്റി കഴിഞ്ഞു. ഇനി 2.4 കണക്ട് ചെയ്യുക. 2.4 കണക്ട് ചെയ്യുക. 2.4 GHz കണക്ട് ചെയ്തു. അപ്പോൾ അവിടെയും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ ബേസിക് സെറ്റിങ്സ് ആണ് വരുന്നത്. ബേസിക് സെറ്റിങ്സിൽ നമ്മുടെ ഇപ്പോൾ കിടക്കുന്ന പേര് അവിടെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിവിടെ മാറ്റി നമ്മൾ ടെസ്റ്റ് 2.4 എന്ന് കൊടുക്കുകയാണ്. 2.4 എന്ന് കൊടുക്കുകയാണ്. 2.4G എന്ന് കൊടുക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ 2.4 ടെസ്റ്റ് 2.4 എന്ന് കൊടുത്തു. എന്നിട്ട് ഒന്ന് അപ്ലൈ കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ 2Gയുടെ അല്ലെങ്കിൽ 2.4ൻ്റെ ബാൻഡ്വിത്തിൻ്റെ ആണ് നമ്മളിപ്പോൾ പാസ്വേഡ് മാറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ വൈഫൈ കട്ടായി. അപ്പോൾ നമ്മൾ ഒന്നുകൂടി വൈഫൈ ചെക്ക് ചെയ്യുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കാണാം ടെസ്റ്റ് 2.4 എന്ന് പറഞ്ഞ് ഒന്നുകൂടി വന്നു. അതായത് നമ്മൾ നേരത്തെ ഇട്ടത് ടെസ്റ്റ് 5G ആയിരുന്നു. ഇവിടെ കാണാം ടെസ്റ്റ് 5G ആയിരുന്നു. അതിന് പുറമെ ടെസ്റ്റ് 2.4 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഇവിടെ വന്നു. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ടെസ്റ്റ് 2.4ൻ്റെ പേര് മാത്രമേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. അതിൻ്റെ പാസ്വേഡ് കൂടി മാറ്റണം. പാസ്വേഡ് ഇപ്പോഴും ഡിഫോൾട്ട് തന്നെയാണ് കിടക്കുന്നത്. സോ നമുക്ക് ഈ ടെസ്റ്റ് 5G നമ്മൾ പാസ്വേഡ് ഇട്ടത് എത്രയാണ്? 1 തുടങ്ങി 8 വരെയാണ്. അത് വെച്ചിട്ട് ഒന്നുകൂടി പാസ്വേഡ് അടിച്ച് കണക്ട് ചെയ്യുക. പാസ്വേഡ് അടിച്ചു. എന്നിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ അത് കണക്റ്റായി. ഇപ്പോൾ ടെസ്റ്റ് 5Gയിൽ കണക്റ്റ് ആയിട്ടുണ്ട്. കണക്റ്റായി. ഇനി ഒന്നുകൂടി നമ്മളതിൻ്റെ മോഡേൺ സെറ്റിങ്സിലോട്ട് പോകും. മോഡേൺ സെറ്റിങ്സിലോട്ട് പോയിട്ട് നമ്മൾ 2.4ലാണ് എപ്പോഴും കിടക്കുന്നത്. 2.4ൻ്റെ സെക്യൂരിറ്റി സെറ്റിങ്സ് എടുക്കുക. ഇവിടെ കാണുന്ന സെക്യൂരിറ്റി സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ പ്രീ ഷെയർഡ് കീ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാസ്വേഡാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. അത് നമുക്ക് മാറ്റിയിടണം. അതിൻ്റെ മാറ്റിയിട്ട് അതിന് നമുക്ക് സെയിം പാസ്വേഡ് തന്നെ കൊടുക്കാം. ഡിഫറെൻറ്റ് പാസ്വേഡ് കൊടുത്താലും കുഴപ്പമില്ല. സെയിം പാസ്വേഡ് തന്നെ നമുക്ക് കൊടുക്കാം. 1 2 3 4 5 6 7 8 എന്ന സിമ്പിൾ പാസ്വേഡാണ് കൊടുക്കുന്നത്. സോ
സിമ്പിൾ പാസ്വേഡ് കൊടുക്കുക. ഇനി അത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ആയിരിക്കുകയാണ്. സോ നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് നോക്കാം, അതായത് 2.4-ൻ്റെയും 5Gയുടെയും രണ്ടിൻ്റെയും പാസ്വേഡ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ കാണാം, ഇവിടെ 2.4 ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തന്നെ 5G വരും. ഇവിടെ കാണാം 5G വരുന്നു. 5Gയിൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റും ആയി. നോ ഇൻ്റർനെറ്റ് കാണിക്കുന്നത് ഞാൻ വരുന്നു പറഞ്ഞു. ഞാൻ നേരത്തെ ഇവിടെ ഇത് കണക്ട് ചെയ്തിട്ടില്ല, ഫൈബർ കൊടുത്തിട്ടില്ല, ജസ്റ്റ് അത് മോഡം മാത്രം ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ. സോ ഇപ്പോൾ നമുക്ക് 5Gയിൽ, അതായത് ടെസ്റ്റ് 5G എന്ന് പറഞ്ഞിട്ട് നമുക്ക് 5G എന്ന് പറഞ്ഞിട്ട് 5G കാണിക്കുന്നുണ്ട്. ഇവിടെ 2.4-ൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. അത് രണ്ടിൻ്റെയും പേരും പാസ്വേഡും നമ്മളിവിടെ മാറ്റി. അതായത് 2.4 ഡ്യുവൽ ബാൻഡിൻ്റെ 5Gയുടെയും 2.4-ൻ്റെയും രണ്ടിൻ്റെയും പേരും പാസ്വേഡും നമ്മളിവിടെ ഇത്രയും സിമ്പിളായിട്ട് തന്നെ മൊബൈലിൽ കൂടി നമ്മളത് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇത് രണ്ടായിട്ട് കാണിക്കേണ്ട. അതായത് ഇപ്പോൾ ടെസ്റ്റ് 5G എന്നും അല്ലെങ്കിൽ 2.4 എന്നെങ്കിൽ രണ്ടായിട്ട് കാണിക്കേണ്ട. നിങ്ങൾക്ക് ഇത് ഒന്നായിട്ട് മാത്രം കാണിച്ചാൽ മതിയെങ്കിൽ വേറെ അധികം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടിനും ഒരേ പേരും ഒരേ പാസ്വേഡും കൊടുക്കുക. അതായത് 5Gയുടെ സെറ്റിങ്സിലും ഒരു പേര് തന്നെ കൊടുക്കുക, അത് തന്നെ 2.4-ലും കൊടുക്കുക. അതേ പേരും അതേ പാസ്വേഡും രണ്ടിലും, അതായത് 2.4-ലും 5Gയിലും ഒരേപോലെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് പേര് കാണിക്കുന്നതിന് പകരം ഒരു പേരെ കാണിക്കുള്ളൂ. അതിൽ തന്നെ 2.4-ഉം 5Gയും ഒറ്റ പേരിൽ തന്നെ രണ്ടും കിട്ടും. 5G സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളെല്ലാം 5Gയും കിട്ടും. ഇല്ല 2.4 ആണെങ്കിൽ 2.4-ലും നിങ്ങൾക്ക് കിട്ടും, ഒറ്റ പേരിൽ തന്നെ കിട്ടും. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് സെറ്റ് ചെയ്തത്. സോ ഇത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് എർത്തിൻ്റെ സീരീസ്, അതായത് ഡ്യുവൽ ബാൻഡ് ജെനക്സിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ജെനക്സ് 2022-ൻ്റെ മോഡലിൻ്റെ പാസ്വേഡ്, വൈഫൈ പാസ്വേഡ് ഇത്രയും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മൊബൈൽ വഴി തന്നെ ചേഞ്ച് ചെയ്യാം. ഇത് കമ്പ്യൂട്ടറിലും പറ്റും. കമ്പ്യൂട്ടറിൽ പറ്റുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈ വീണ്ടും ഇപ്പോൾ നമ്മൾ അടിച്ച പോലെ വൈഫൈ പേര് പാസ്വേഡ് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ കമ്പ്യൂട്ടറിൽ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ അതിൽ കമ്പ്യൂട്ടർ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനത് മൊബൈലിൽ തന്നെ കാണിച്ചു തന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും ഇത്തരം ചെറിയ അറിവുകളുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.